ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കാണുവാനുള്ള അവസരം നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുകയാണ്. നമ്മൾ ജൂലൈ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജൂലൈ മാസത്തിലെ ഒരാഴ്ച നമുക്ക് പിന്നിട്ടു പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ജൂൺ ജൂലൈ മാസം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാലവർഷത്തിന്റെ സമയമാണ്. ഈ കാലവർഷം ഒരു അനുഗ്രഹമാണ്. എന്നാൽ അമിതമായി പെയ്യുമ്പോൾ അതിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും ഈ കാലവർഷത്തിന്റെ സമയത്തും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇത്രത്തോളം അതിശയകരമായി കാത്തുപരിപാലിക്കുന്ന ദൈവിക പരിപാലനത്തിനായി, ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. ഈ പ്രഭാതത്തിൽ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്ത് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ആവോളം ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം എന്ന ഒരു തലക്കെട്ടോട് കൂടിയ വിഷയമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സ്നാനം എന്ന വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഈ വളരെ ചെറുപ്പം എന്നുള്ളതും ആ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ സ്നാനത്തിന്റെ ഒരു ഭാഗമാണ്. അതിന് ആധാരമായി തന്നിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പ്രിയമുള്ളവരെ, ഈ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇതിനോടകം വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ് സ്നാനമേൽക്കേണ്ടത്, എങ്ങനെയാണ് സ്നാനമേൽക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്നാനം മുതിർന്നവർക്ക് ഉള്ളതാണ്, ശിശുക്കൾക്ക് സ്നാനം പെടാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ തലക്കെട്ട്. ശിശുക്കൾ സ്നാനപ്പെടാൻ വളരെ ചെറുപ്പമാണ്. ഉദാഹരണത്തിനായിട്ട് നമ്മൾ ഫിലിപ്പോസ് എത്യോപ്യക്കാരനെ സ്നാനപ്പെടുത്തിയ കാര്യം നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ നമ്മളത് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. ഷണ്ണൻ വാഹനത്തിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവചനം വായിക്കുകയായിരുന്നു. അങ്ങനെ ഫിലിപ്പോസ് അടുത്ത് ചെന്നപ്പോൾ ആ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഫിലിപ്പോസ് അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്: നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ആരെങ്കിലും പൊരുൾ തിരിച്ച് പറഞ്ഞു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറയുകയും ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ ആ വാഹനത്തിൽ കയറാൻ അനുവദിക്കുകയും അങ്ങനെ ആ വാഹനത്തിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് ഫിലിപ്പോസ് അവനെ യേശുവിലൂടെ എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ ആ ഭാഗം അവന് മനസ്സിലായപ്പോഴാണ് അവൻ സ്നാനമേൽക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നതും ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തുന്നതുമായി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് നമ്മൾ എന്തിന് സ്നാനപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് സ്നാനപ്പെടുന്ന വ്യക്തിക്ക് വ്യക്തമായ അറിവും ബോധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഈ സ്ഥലത്ത് ഇവിടെ ആയിരുന്നപ്പോൾ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം മാതാപിതാക്കൾ എന്ത് ചെയ്തു? തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് അനേകം മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ 19-ാമത്തെ അധ്യായം അതിന്റെ 14-15 വാക്യത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ യേശു അവരുടെ മേൽ കൈവച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് യേശുവിന്റെ അനേക ശിഷ്യന്മാര് അനേകരെ സ്നാനം കഴിപ്പിക്കുന്ന സമയമാണ്. അപ്പോ ഈ ശിശുക്കൾ അവര് സ്നാനമേൽക്കുവാൻ പക്വത പ്രാപിച്ചവരായിരുന്നെങ്കിൽ, ആയിരുന്നവരായിരുന്നെങ്കിൽ തീർച്ചയായും യേശു അവരെ എന്ത് ചെയ്തേനെയും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അയച്ച് നിങ്ങൾ അവിടെ പോയി സ്നാനം ഏറ്റുകൊള്ളുവാൻ പറയുമായിരുന്നു. എന്നാൽ ഈ മാതാപിതാക്കൾ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യേശു അവരോട് പറയുകയാണ്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അതിന്റെ അർത്ഥം അവരുടെ മനസ്സിനെ കുറിച്ചാണ് യേശു പറയുന്നത്. ശിശുക്കളുടെ മനസ്സിനെ പോലെയുള്ള മനസ്സുള്ളവരുടേതാണ് സ്വർഗരാജ്യം. അവർക്ക് അസൂയ, കുശുമ്പോ, ദേഷ്യമോ, പിണക്കമോ, വൈരാഗ്യമോ, വിദ്വേഷമോ ഒന്നും അവർക്കില്ല. അവർ വളരെ നിസ്സഹായരായ ഇന്നസെന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ പോലെയുള്ള അവർക്കാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് യേശു പറയുന്നത്. എന്നിട്ട് അവരെ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരോട് സ്നാനപ്പെടാൻ യേശു ആവശ്യപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം സ്നാനം എന്നത്
ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. നമ്മൾ മനസ്സുകൊണ്ട് എന്തൊക്കെ തീരുമാനിച്ചു, മനസ്സിലാക്കി എന്നതിന്റെ ബാഹ്യമായ ഉള്ള ഒരു പ്രകടനമാണ്. ഞാൻ ആരാണെന്ന് മറ്റുള്ളവരെ തെളിയിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ. അപ്പോൾ നമുക്ക് ആന്തരികമായി യേശുവിനെ കുറിച്ചും യേശുവിന്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും ബോധ്യപ്പെടാതെ നടക്കുന്ന സ്നാന ശുശ്രൂഷകൾ നമുക്കതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അപ്പൊ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ശിശുവിന് അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ആ ശിശു എന്തിനാണ് അത് അങ്ങനെ സംഭവിച്ചതെന്ന് പോലും അറിവില്ലാത്ത പ്രായത്തിലാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി അവരെ അനുഗ്രഹിച്ചു വിടുകയാണ്, അവരുടെ മേൽ കൈവച്ച് വിടുകയാണ്, പക്ഷെ അവരെ സ്നാനപ്പെടുത്തുന്നില്ല. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നമ്മളെ നമുക്ക് വ്യക്തമായി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത് ഒരു ഉദാസീനതയോടെ ആലസ്യത്തോടെ കാണേണ്ട ഒരു ശുശ്രൂഷയല്ല. അതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ. ഇതിനോടകം തന്നെ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പല ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർ ഈ വിഷയം പ്രതിപാദിച്ചപ്പോൾ സഭയോട് ചേരുവാനല്ല സ്നാനം എന്നത് നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാവും. ക്രിസ്തുവിനോട് ചേരുവാനാണ്. അപ്പൊ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തെന്നും എന്തുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമെന്നും ഒക്കെ ഉള്ളതായ കാര്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു വ്യക്തി സ്നാനത്തിന് ആവശ്യപ്പെടുന്നതും ആ വ്യക്തിയെ സ്നാനപ്പെടുന്നതും. നമ്മളിവിടെ എത്യോപ്യക്കാരന്റെ കാര്യവും ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയ കാര്യവും നമ്മൾ ആ ഭാഗം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വ്യക്തമാകും. ആ ഷണ്ണൻ ആവശ്യപ്പെടുകയാണ്, അവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് എടുത്തു പറയുകയാണ്, നീ പൂർണ്ണമായി വിശ്വസിക്കുന്നു എങ്കിൽ ആവാം. അങ്ങനെ അവൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ശിശുക്കൾക്ക് അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള പ്രായം വരുന്നത് വരെ അവരെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് അവരെ യേശുവിന്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവ ആലയത്തിലേക്ക്, ദൈവിക ആലോചനയിലേക്ക് അവരെ സമർപ്പിക്കാൻ നമുക്ക് കഴിയും. അതാണ് നമ്മൾ ശിശുക്കളെ പ്രതിഷ്ഠിക്കാറുണ്ടല്ലോ. അപ്പൊ അവരെ ദൈവ കുഞ്ഞുങ്ങളെ വളരുവാൻ അവരെ പ്രതിഷ്ഠിക്കുന്നു, മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കുന്നു, മാതാപിതാക്കൾ പ്രതിഷ്ഠ എടുക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനത്തിന്റെ അറിവ് അവർക്ക് പകർന്നു കൊടുക്കുമെന്നുള്ളതായ ആ സമർപ്പണം നമുക്ക് ചെയ്യാം. പക്ഷെ അവർക്ക് പ്രായമായി ബോധ്യമാകുന്നത് വരെ അവരെ സ്നാനപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. അവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി എനിക്ക് വേണ്ടി കാൽവരിയിൽ എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച ആൾ, അങ്ങനെ എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ പാപങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നാനം ഏറ്റെടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതുവരെ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതിന് വേദപുസ്തകം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് പറയുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ വേദപുസ്തകം ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അവരെ സമർപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ശിശുക്കളെ ഇതുവരെ അവരെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെ സമർപ്പിക്കുവാൻ ഈ സന്ദേശം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വെണ്ണിക്കുളം സഭയിൽ നിന്നും ആഷ്ന അജി ഇന്ന് ജന്മദിനം ഓർക്കുന്ന ദിവസമാണ്. അതുപോലെ മാവേലിക്കര സഭയിലെ മെറിൻ ജോർജ്, ഈ രണ്ടുപേർക്കും എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വർഷക്കാലം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ ദൈവം അവരെ നടത്തിയതിന് നന്ദിയുള്ളവരായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് ജീവിപ്പാൻ അവരെ ഇടയാക്കട്ടെ. എല്ലാ ആരോഗ്യവും ബുദ്ധിയും ജ്ഞാനവും ആയുസ്സും എല്ലാം ദൈവം അവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. നമുക്ക് ഈ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, പ്രായപൂർത്തിയായി തിരിച്ചറിവുള്ളവരായി സ്വയബോധ്യത്തോടുകൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ന് അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സ്തോത്രം. ശിശുക്കളെ സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കാൻ കർത്താവെ, ഞങ്ങൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിനെ ശ്രമിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, മറ്റു പ്രയാസങ്ങളുണ്ടെങ്കിൽ കർത്താവരെ ഇതെല്ലാം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ പേര് പറയപ്പെട്ട രണ്ടുപേരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിനോട് കൂടെയിരിക്കണം. കൊടുത്ത നല്ല ഉപകാരങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു.
കൊടുത്തിരിക്കുന്ന ആയുസ്സിനായി നന്ദി പറയുന്ന കർത്താവെ, ഈ ഒരു പുതിയ വർഷം കൂടി കാണുവാൻ സഹായിച്ചല്ലോ. ഈ വർഷത്തിലും ദൈവത്തിന് കൊള്ളാവുന്നവരെ ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ. ആവശ്യമായ ആരോഗ്യം, ബലവും, ബുദ്ധിയും, ജ്ഞാനം ഒക്കെ കൊടുത്തവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന് കൊള്ളാവുന്നവരെ ജീവിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കേണ്ടതിന് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക ചിന്തയോടെ നടക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.